Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹായ് കൂട്ടുകാരെ, മൂവി സ്റ്റെല്ലാറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത തളവരെയെക്കുറിച്ചാണ്. ഇതൊരു ഉച്ചത്തിലുള്ള ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ, നിങ്ങളിൽ തന്നെ വിശ്വസിക്കൂ എന്ന് പ്രസംഗിക്കുന്ന പ്രീച്ചി സിനിമയല്ല. ഇത് ചെറുതാണ്, യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, റിയലാണ്. അർജുൻ അശോറത് അവതരിപ്പിക്കുന്ന ജ്യോതിഷ് എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് കഥ. നടനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വെള്ളപ്പാണ്ടുള്ളതുകൊണ്ട് നിരന്തരം വിധിതീർപ്പിനും അവഗണനയ്ക്കും പരിഹാസത്തിനും ഇരയാകുന്ന ഒരു നാണം കുണുങ്ങിയായ ചെറുപ്പക്കാരൻ. തലവരയെ മികച്ചതാക്കുന്നത് അതൊരിക്കലും അവന്റെ അവസ്ഥയെ ഒരു സഹതാപ കാർഡായി ഉപയോഗിക്കുന്നില്ല എന്നതാണ്. തങ്ങളുണ്ടാക്കുന്ന മുറിവിന്റെ ആഴം തിരിച്ചറിയാതെ തന്നെ ആളുകൾ എങ്ങനെയാണ് അലക്ഷ്യമായി അധിക്ഷേപിക്കുന്നതെന്നും തമാശയായി അപമാനിക്കുന്നതെന്നും അല്ലെങ്കിൽ ഒരാളോട് വ്യത്യസ്തമായി പെരുമാറുന്നതെന്നും ഈ സിനിമ കാണിച്ചു തരുന്നു. ലോകവും കഥാപാത്രങ്ങളും എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ഒരു ചെറിയ പട്ടണത്തിലാണ് കഥ നടക്കുന്നത്. ജ്യോതിഷിന് അവനെ പാണ്ഡ എന്ന് വിളിക്കുന്ന ഒരു സുഹൃത് വലയമുണ്ട്. ചിലപ്പോൾ തമാശയായി, ചിലപ്പോൾ ക്രൂരമായി, ചിലപ്പോൾ ഒന്നും ചിന്തിക്കാതെ. അവന്റെ അച്ഛൻ, അതായത് അശോകൻ, ഒരു സിനിമാ ഭ്രാന്തനും മകന് പിന്തുണ നൽകുന്ന ആളുമാണ്. അവന്റെ അമ്മ, അതായത് ദേവദർശിനി, പ്രാക്ടിക്കലാണ്, ഇമോഷണലാണ്, നിരന്തരം അവനെ മുന്നോട്ട് തള്ളുന്ന ആളാണ്. സിനിമ അവരെ പുണ്യാളന്മാരോ വില്ലന്മാരോ ആക്കുന്നില്ല, വെറും സാധാരണ മനുഷ്യരായി നിർത്തുന്നു. അവരുടെ ദൈനംദിന ജീവിതത്തിലെ കുഴപ്പങ്ങളും നർമ്മവും തർക്കങ്ങളും നിന്നാണ് സിനിമയുടെ ഊഷ്മളത ഭൂരിഭാഗവും വരുന്നത്. ചെറിയ പട്ടണങ്ങളിലെ ജീവിതം യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതുപോലെ അലങ്കോലമാണ് ഇതും. പ്രണയമാണ് ചിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഭാഗങ്ങളിലൊന്ന്. രേവതി ശർമ്മ സന്ധ്യ എന്ന തമിഴ് പെൺകുട്ടിയായി എത്തുന്നു. അവൾ ജ്യോതിഷിനോട് സഹതാപത്തോടെയല്ല പെരുമാറുന്നത്, മറിച്ച് ബഹുമാനത്തോടെയാണ്. അവൾ അവനെ രക്ഷിക്കുന്നില്ല, അവന് രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന തോന്നൽ അവൾ അവന് നൽകാതിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ആ ബന്ധത്തിന് ആഴം നൽകുന്നതും. അധിക്ഷേപങ്ങളെ അതിജീവിച്ചുയർന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്ന ഒരു വാട്ടർ ടാങ്കിന് മുകളിലുള്ള രംഗമുണ്ട്. അവർ മുകളിലേക്ക് കയറുന്നിടത്ത് താഴെയുള്ള ബഹളനാൾ കുറഞ്ഞു വരുന്നത് കാണാം. പ്രഭാഷണമില്ല, കനത്ത സംഭാഷണങ്ങളില്ല, അർത്ഥം മാത്രം, ലളിതമായ വ്യക്തമായ കഥ പറച്ചിൽ. അർജുൻ അശോകന്റെ പ്രകടനം. ഇത് അർജുന്റെ ഇന്നുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണ്. അവൻ ജ്യോതിഷായി അഭിനയിക്കുകയല്ല, അവൻ ജ്യോതിഷാവുകയാണ്. അവന്റെ ശബ്ദത്തിലെ മടി, അസ്വസ്ഥമായ ഭാഷേരി, ഉള്ളിൽ കാര്യങ്ങൾ തകരുമ്പോൾ മിന്നിമറിയുന്ന ദേഷ്യം, ഇതെല്ലാം